പ്രോത്സാഹനം കൊടുക്കാൻ നമ്മൾ ഒട്ടും മടിക്കരുത്. മക്കളുടെ കാര്യത്തിൽ അവർ ചെറിയൊരു നന്മ ചെയ്താൽ തന്നെ അതിന് വലിയ പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ കുട്ടി ഒരു പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുറിച്ചിട്ട് അധ്യാപകന്റെ മുമ്പിൽ വന്നു. അപ്പൊ ആ പേപ്പർ ഇങ്ങനെ വായിച്ചിട്ട് അധ്യാപകൻ പറഞ്ഞു എന്നാണ്, ഇത് മുഹദ്ദിസീങ്ങളുടെ കയ്യെഴുത്ത് പോലെ ഉണ്ടല്ലോ, നീ എഴുതിയിട്ടുള്ള ഈ അക്ഷരങ്ങൾ, നിന്റെ ഈ കയ്യെഴുത്ത് അത് മുഹദ്ദിസീങ്ങൾ എഴുതിയ പോലെ ഉണ്ടല്ലോ എന്നാണ്. ആ അധ്യാപകൻ ആ വാക്ക് ആ കുട്ടിയെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അവൻ ആ വാക്കുകൾ കേട്ടത് അവന്റെ കാതുകൾ കൊണ്ട് മാത്രമായിരുന്നില്ല, അവന്റെ മനസ്സുകൊണ്ടുകൂടിയായിരുന്നു. ആ കുട്ടിയാണ് പിന്നീട് ലോകമറിയപ്പെട്ട മുഹദ്ദിസും ചരിത്ര പണ്ഡിതനുമായ ഇമാം ശംസുദ്ദീൻ അസ്സഹബി റഹിമഹുല്ലാഹു തആലയായിട്ട് മാറുന്നത്. അപ്പൊ വാക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത്. ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് ചെലവൊന്നുമില്ലല്ലോ. ഒരാളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അയാളൊരു നല്ല വാക്ക് പറയാ, പ്രത്യേകിച്ച് കുട്ടികളോട്. നമ്മളെ കുട്ടികൾ നമ്മളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കണം, പ്രോത്സാഹനം കേൾക്കണം. അങ്ങനെ നല്ല വാക്കുകൾ കൊടുത്ത് നന്മകളിൽ പ്രോത്സാഹനം കൊടുക്കാൻ നമുക്ക് പറ്റണം.